ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് വെച്ചിട്ടൊരു ഫ്രൈ ആണ്. നിങ്ങൾ ആരും കൂണ് കൊണ്ട് പലതരം പ്രൊഡക്ട്സ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിരിക്കും കൂണ് കൊണ്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഓയിസ്റ്റർ കൂണാണ്, ഓയിസ്റ്റർ മഷ്റൂമാണ്. അപ്പം അതിലപ്പോൾ വേസ്റ്റ് ഒന്നും അധികം ഉണ്ടാവില്ല, എല്ലാം ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇത് ഈ സെയിം റെസിപ്പി വെച്ച് ബട്ടൺ കൂൺ വെച്ചിട്ടും ഇത് സെയിം തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് രണ്ട് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുക. എന്നിട്ട് ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യുക. ആദ്യമേ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കഴുകാൻ നല്ലോണം വെള്ളത്തിൽ കഴുകാൻ പോവുകയാണ്. ഇപ്പം ജസ്റ്റ് എല്ലാം ഒന്നെടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കണം, നല്ലതാണ്. ഇങ്ങനത്തെ കൂണുകൾക്ക് നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇത് ഇവിടെ തന്നെ ഒരു അടുത്തുള്ള ഫാമിൽ കൃഷി ചെയ്യണ കൂണാണ്. അപ്പോൾ അത് നമുക്ക് അത്ര പ്രശ്നമുള്ള കൂണല്ല. ഇപ്പോൾ ഓയിസ്റ്റർ കൂണാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ ബട്ടൺ കൂണാണെങ്കിൽ നമ്മൾക്ക് ആ ബ്ലാക്ക് കളർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എനിക്കതൊക്കെ റിമൂവ് ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ട്. ചിലവരതൊന്നും കളയത്തില്ല. ഓക്കെ, കൂണ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ഇടാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. വലിയ പീസ് ഇടയ്ക്ക് വന്നു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ മിക്കവാറും ഈ കത്രിക വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മഷ്റൂംസ് എല്ലാം എടുത്ത് കട്ട് ചെയ്യാം. കണ്ടോ, ഈ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ കൂണ് വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ തോരനായിട്ട് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ചെയ്യും. ഇപ്പം ഞാനിത് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാ കൂണെല്ലാം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് കൂണ് മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്, 200 ഗ്രാമിൻ്റെ കൂണ്. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരു സൈസിലാണെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ സിസർ വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് അരിഞ്ഞെടുത്തേക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ കൂണിന് ഇച്ചിരി നന്നായിട്ട് മഞ്ഞൾപ്പൊടി തൂവണം. എന്നിട്ട് അതിട്ടൊന്ന് ഇതാക്കുക, ഒന്ന് കുഴയ്ക്കുക. എല്ലായിടത്തേക്കും മഞ്ഞൾപ്പൊടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മുളക് പൊടി ഇടുക. മുളക് പൊടി എരിവ് എന്തോരം വേണം. ഇപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാലും മതി. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഇട്ടേക്കണം. അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, അതിന് ശേഷം ഇതിന് കൂടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിടുക, പൊടിയുപ്പ്. പൊടിയുപ്പിടുക. പൊടിയുപ്പിട്ട് ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. കൈയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇതിൻ്റെ മേളിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കൂണ് വറക്കാൻ പാകത്തിന് റെഡിയായി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് കൂണ് വറുക്കുക. ഇത്രയാണ് മെയിനായിട്ടുള്ളതുള്ളൂ. അപ്പോൾ വലിയ പീസുകൾ ഇങ്ങനെ കുഴക്കണതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വലിയ പീസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. കൈവച്ച് കട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരിക. അതിലെന്തെങ്കിലും വെള്ളമയം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. കൂണ് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂൺ റെസിപ്പിയാണ്. സാധാരണ എല്ലാവരും കൂൺ വറുത്തരയ്ക്കും, കൂൺ തോരനുണ്ടാകും. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാനായി. പാൻ ചൂടായി. അപ്പോൾ വെളിച്ചെണ്ണ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷാളോ ഫ്രൈ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതായി വരുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും, അത്യാവശ്യം ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഫ്രൈക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, അതിപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫും ഒന്ന് നന്നായിട്ട് ഇളക്കണം.
ഇപ്പോൾ ഈ കൂണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതുക്കെ നമ്മൾ ആ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും അതുപോലെ തന്നെ കൂൺ കഴുകിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. കഴുകാതെ വേണമെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ കൊണ്ട് കഴുകിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്യാൻ. എന്നാലും കുറച്ചൊരു വെള്ളമയം പോലെ ഉണ്ട്. അപ്പോൾ ആ ഇതിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആവും. ഇതാണ് ഇതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം തീയിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഇതിങ്ങനെ ഫില്ലായിട്ട് കിടക്കണ പോലെ തോന്നിക്കും. പക്ഷേ ഇത് കൂണ് ലാസ്റ്റ് പ്രിപ്പയർ ആയി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂണ് കുഞ്ഞ പോർഷനായിട്ട് ചെറിയതായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ കണ്ടിട്ട് പേടിക്കണ്ട. നമ്മളൊരു തവി വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് സ്റ്റൗ ഒന്നുകൂടെ ഫുള്ളായിട്ടൊരു തീയിലേക്ക് വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ്സിന് ശേഷം വീണ്ടും ആദ്യമേ ഫുൾ തീയിൽ വെച്ചു. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം മീഡിയം തീയിൽ വെച്ചു, മൂടി വെച്ചു. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ ആ കൂണിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. ഇത് മൂടി വയ്ക്കുന്നത് സിമ്മിലിട്ടിട്ട് ഒരു 4 മിനിറ്റ്സ് സിമ്മിലിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, മൂടി. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് സിമ്മിൽ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോടെ ഇതുപോലെ തന്നെ വയ്ക്കുക. 2 അല്ലെങ്കിൽ കുറച്ചധികം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മൊത്തത്തിൽ വെക്കേണ്ടി വരും. അല്ല, ഒരു സെമി ഫ്രൈ പോലെ ആക്കിയാൽ മതി. ഒരുപാട് ആ കൂണിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ, ഫ്രൈയുടെ ടേസ്റ്റ് മാത്രം മതി ഉണ്ടെങ്കിൽ 5 മിനിറ്റ്. അല്ലെങ്കിൽ കൂണിൻ്റെ ടേസ്റ്റും കൂടി കയറി വരണം എന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഇതിൻ്റെ ടെക്സ്ചറാണ്. അപ്പോൾ ഈ പാകത്തിന് മതിയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വാങ്ങിയെടുക്കാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ഫ്രൈ ആയിട്ട് നിൽക്കണമായിരിക്കും ഇഷ്ടം. പക്ഷേ വലിയവർക്ക്, മുതിർന്നവർക്കാണ് ഇതെങ്കിൽ ഈ പാകത്തിന് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കൂണിൻ്റെ ടേസ്റ്റ് ഒന്ന് വരും എന്ന് മാത്രം. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകാനായിട്ട് വയ്ക്കാം, അതിൻ്റെ കളറൊന്ന് ഫുള്ളായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ 2 മിനിറ്റത്തേക്കുള്ളതിൽ വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു 2 മിനിറ്റോടെ വയ്ക്കാം. അതൊന്ന് കുറച്ചൊരു തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആൾ അടുത്ത് തന്നെ നിന്ന് കൊണ്ടിരിക്കണം, ഇടയ്ക്ക് നോക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ലാസ്റ്റത്തെ ഇതായിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം തീ കൂട്ടിയാണ് വെച്ചിരുന്നത് ലാസ്റ്റ് 2 മിനിറ്റിലേക്ക്. അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് നോക്കണം, ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം, കരിഞ്ഞു പോകുമൊന്നും ചെയ്യാതെ. കാരണം അതിന് പെട്ടെന്ന് അങ്ങ് വറവ് നിൽക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ കണ്ടോ, നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ കിടക്കണമുണ്ടോ. അപ്പം ഇത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, വാങ്ങാം. അപ്പോൾ തീ ഓഫ് ചെയ്യണതിന് മുമ്പ് ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെളിച്ചെണ്ണ നമുക്കിവിടെ താഴെ ഇതിലേക്ക് കുടിച്ചിരിക്കാതിരിക്കാനായിട്ട് തീ ഓഫ് ചെയ്യണതിന് മുമ്പ് തന്നെ ഈ പാൻ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഈ സംഭവം ഇതോ അല്ലെങ്കിൽ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ വെളിച്ചെണ്ണ കളയാം. പക്ഷേ ഞാനിപ്പോഴും ഈ രീതിയിലാണ് വെക്കുന്നത്, ആ പാത്രത്തിൽ തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ വേറെ അഡീഷണൽ പാത്രം എടുക്കണ്ടല്ലോ, എല്ലാം എളുപ്പപ്പണിയാണ് നോക്കുന്നത്. അപ്പം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഒരു മേളിലേക്ക് അതിൻ്റെ കണ്ടൻ്റ് എല്ലാം മേളിലേക്ക് തന്നെ, മഷ്റൂം എല്ലാം മേളിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ എണ്ണ ഊർന്നിറങ്ങിപ്പോരും. അങ്ങനെ തീ ഓഫ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അന്നേരം കുറച്ചൊക്കെ എണ്ണ മഷ്റൂമിൽ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാതെ ഇങ്ങനെ മേളിലേക്ക് കയറ്റി വെച്ചിട്ട് തീ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ലാസ്റ്റായിട്ട് ഒന്ന് കറിവേപ്പില, ഈ എണ്ണ നമ്മൾ താഴത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് ഒരു ഗാർണിഷിങ് പോലെ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, അതിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, കറിവേപ്പിലയൊക്കെ സ്മെല്ല് ഒരു വറവിൻ്റെ കൂടെ ഇടുമ്പോൾ ഒരു രസമില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. എന്നിട്ട് കറിവേപ്പില ഒന്ന് വറന്ന് വരും. അപ്പോൾ ആ വറന്ന് തന്നെ കറിവേപ്പില ഇതുപോലെ തന്നെ ഒന്ന് നീക്കി മുകളിലേക്കൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.